ഹായ്, ഗുഡ് മോർണിംഗ്. പുഷ്പ 2 കണ്ട് ചൂടോടെ ഇറങ്ങിയുള്ളൂ. വീട്ടിൽ പോയിട്ട് റിവ്യൂ പറയാനുള്ള ടൈമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടത്തിൻ്റെ അവിടെ നിന്നാണ് ഈ റിവ്യൂ പറയുന്നത്. ആക്ച്വലി പുഷ്പ 2 പറ്റി പറയുകയാണെങ്കിൽ പുഷ്പ 1 ഇറങ്ങിയത് 2021 ഒരു 3 വർഷത്തിന് ശേഷം 2024 പുഷ്പ 2 ഇറങ്ങുന്നത്. അല്ലു അർജുൻ ഈ ഇടയ്ക്ക് വേറെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. പടത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 3.5 മണിക്കൂറുണ്ട്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു സീക്വല്? അല്ലെങ്കിൽ പുഷ്പ 1ൻ്റെ 7 അയലത്ത് പോലും പുഷ്പ 2 എത്തില്ല എന്ന് പറയാമല്ലോ. ഒരു സിനിമ കുറച്ചും കൂടി ലാർജ് സ്കെയിലാക്കിയതല്ലാണ്ട് ഒരു രീതിയിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നതോ ഗൂസ് ബംസ് അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒരു ബിലോ ആവറേജ് അനുഭവമാണ് തോന്നിയത്. നിങ്ങളീ പടം കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കാണാൻ ഉദ്ദേശിച്ചവരാണെങ്കിൽ എൻ്റെ റിവ്യൂ കാണരുത്. സ്പോയിലേഴ്സ് ഞാൻ പറയാം. ഇനി ഞാൻ കാണാൻ താല്പര്യമില്ല, എനിക്ക് കേൾക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റിവ്യൂ കാണാം കേട്ടോ. എനിക്ക് ഈ സിനിമ ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CID മ്യൂസിയം ഒരു രംഗമുണ്ട്. കൊച്ചിൻ ഹനീഫ ഹരിശ്രീ അശോകനോട് പറയുന്നത്, എനിക്ക് CIAമാൻ്റെ കയ്യിലിരിക്കുന്ന ആദ്യത്തെ ഒരു പേഴ്സ് വേണമെന്ന്. അപ്പോൾ ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട്, എന്തിനാണ് അതേപോലത്തെ പേഴ്സ്, അതെന്നെ ഞാൻ അടിച്ചു തരില്ലേ? അതേപോലെയാണ് ഈ പുഷ്പ 2 പറ്റി പറയാനുള്ളത്. കാരണം KGF കാന്താരയുടെ ഒക്കെ ഒരു കണ്ടിട്ട് അതേപോലെ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് സുകുമാറും അല്ലു അർജുനും കൂടി ശ്രമിച്ചേക്കുന്നതാണ് പുഷ്പ 2. അതിൽ അവർ വിജയിച്ചിട്ടുമില്ല. ഒരു 3.5 മണിക്കൂർ പടം നമ്മളിരുന്ന് കാണുമ്പോൾ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 3.5 മണിക്കൂറുള്ള പടമൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. അത് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ എന്തിനായിരുന്നു ഇങ്ങനെ വലിച്ചു നീട്ടിയത്? അതായത് പുഷ്പ 1 നമ്മൾ അവസാനിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ വില്ലന്മാരുണ്ട്. നമ്മുടെ ഫഹദ് ഫാസിലായിക്കോട്ടെ, അവൻ അതിൻ്റെ അകത്ത് പഞ്ഞിക്കിട്ടുന്ന കുറേ വില്ലന്മാരും MLA, അങ്ങനെ കുറച്ച് വില്ലന്മാരെ കാണിച്ചിട്ടാണ് പുഷ്പ 1 നിർത്തുന്നത്. പുഷ്പ 2 ഈ വില്ലന്മാരെ ഒന്ന് പോയി സ്ക്രാച്ച് ചെയ്യൽ പോലും ചെയ്യുന്നില്ല അല്ലു അർജുൻ. അതേപോലെ നിർത്തിയിട്ട് തന്നെ സെക്കൻഡ് നിർത്തിയിട്ട് തേർഡിലേക്കുള്ള വഴി ഒരുക്കിയിട്ടാണ് ഈ പടം നിർത്തുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോഴേക്കും രശ്മികയുടെ ഒരു പറയണ്ടായത്, ഇതിനകത്ത് നാഷണൽ അവാർഡ് കിട്ടുമെന്ന്. എന്തിനാ നാഷണൽ അവാർഡ് കാണിക്കണേ? ക്യൂട്ട്നെസ് വാരി വിതരണേന് നാഷണൽ അവാർഡ് എന്ന കാറ്റഗറി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ അല്ലു അർജുൻ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുണ്ടെന്നല്ലാതെ എനിക്കിതിൻ്റെ അകത്ത് ഒരു സീൻ പോലും എനിക്കൊരു രോമാഞ്ചോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും തന്നിട്ടില്ല. എന്താ ഇപ്പോൾ പറയുക, ഇപ്പോൾ KGF ഒക്കെ എടുത്തു വെച്ചേക്കുന്നത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും KGF ആയിട്ട് കമ്പയർ ചെയ്യണമല്ല. ഞാൻ കറക്റ്റ് അല്ലു അർജുൻ ഫാനാണ്. ഈ ഹാപ്പി എന്ന് പറഞ്ഞ പടം നമ്മുടെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നപ്പോൾ തൊട്ട് അല്ലു അർജുൻ്റെ ഒരു പടം പോലും തിയേറ്ററിൽ മിസ്സാക്കാണ്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് KGF യാഷ് എന്ന് പറഞ്ഞ വ്യക്തിനെ KGF ഫസ്റ്റ് പാർട്ടിന് മുമ്പ് അറിയത്തുകൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു ഡൈഹാർഡായിട്ടുള്ള അല്ലു അർജുൻ ഫാനായിട്ടുള്ള ഞാൻ, എനിക്ക് കട്ട നിരാശയാണ് ഈ പടം തന്നത്. ഇതിൻ്റെ അത് തുടക്കത്തിലൊരു ഇൻട്രോ ഒക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി അതൊരു സ്വപ്നം, ഞാൻ സ്പോയിലറാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതൊരു സ്വപ്നം കാണുന്നതാണ്. അതൊക്കെ എന്തിനു വേണ്ടി എടുത്തതെന്ന് നമുക്ക് ആലോചിക്കും. അതുപോലെ തന്നെ ഈ ഇൻ്റർവെല്ലിൽ കുറച്ച് കൊള്ളായിരുന്നു, ഫേസ് ടു ഫേസ് ഫഹദും അല്ലും കൂടി വരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ എന്താ കാണിച്ചു കഴിഞ്ഞാൽ ഫഹദ് പുള്ളിയുടെ മാക്സിമം ഫഹദ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചെയ്യുക പോവുക, അതായത് ട്രോള പോവുക, ആ ഒരു രീതിയിലാണ് ഫഹദിനൊരു പ്രോപ്പർ ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് ഇത്രയ്ക്കൊരു മോശം വില്ല. നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണുമ്പോഴേക്കും സെക്കൻഡ് ഹാഫിൽ ഫഹദ് പൂത്ത് വിളയാടും എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ ഫഹദിനൊക്കെ കോമഡി ആക്കിയ പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പടത്തിൽ. കാരണം നമ്മൾ ആവേശമൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഫഹദിനെ ഈ പടത്തിൽ കാണുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള വില്ലന്മാർ, ഫസ്റ്റ് പാർട്ട് കാണിക്കുന്ന വില്ലന്മാരെയൊക്കെ ഇതിൻ്റെ അത് കോമഡി ആക്കിയിട്ടുണ്ട്. ക്ലൈമാക്സ് എൻ്റെ ദൈവമേ തെലുങ്ക് സീരിയലായി പോയി എനിക്ക് തോന്നി. കാരണം പടം വൈ സുകുമാർ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ പടം തീർന്ന അതിന് ഇത്ര നേരം അപ്പം എന്താ കാണിച്ച് പടത്തിൽ? ആ ഒരു ഫീലാണ് ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പാട്ടൊക്കെ ചവറ് പാട്ടുകൾ. കങ്കു കണ്ടപ്പോൾ തന്നെ DSPയുടെ പാട്ടുകളുടെ നിലവാരം മനസ്സിലായതാണ്. അതിനുശേഷം ഇതിലേക്ക് വന്നപ്പോൾ പാട്ട്, ഇതിൻ്റെ അകത്ത് ആകെ ഫീലിംഗ് എന്ന് പറഞ്ഞ പാട്ടാണ് കുറച്ചെങ്കിലും. പിന്നെ നമ്മുടെ ഫസ്റ്റത്തേൽ സമന്ത ഉവണ്ട മാമയൊക്കെ ചെയ്തതിൻ്റെ പോലെ ഇതിൻ്റെ അകത്തൊരു ഐറ്റം ഡോൺസ് ഉണ്ട്, കിസ്. എൻ്റെ പൊന്നോ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിരുന്നു. പിന്നെ ഫൈറ്റ്, അല്ലു അർജുന് നന്നായി ഫൈറ്റ് അറിയാവുന്ന ഒരാളാണ്. അയാളെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അറിയാതെ ഫൈറ്റ് എടുത്തേക്കണ പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ അകത്തൊരു സെക്കൻഡ് ഹാഫിലൊരു ഗ്രാവിറ്റി കൈയും കാലും കെട്ടിയിട്ട് ഫൈറ്റ് ഉണ്ട്. എൻ്റെ ദൈവമേ കണ്ട സഹിക്കില്ല. നമ്മളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കൈ മാത്രം കെട്ടിയിട്ടുള്ള ഫൈറ്റിൻ്റെ സീൻ കാണിക്കുന്നുണ്ട്. ആ സീന് കിട്ടിയ കൈയടി പോലും ഇതിൻ്റെ അകത്ത് ഒരു ഫൈറ്റിന് പോലും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ട മാതിരി ആ ഒരു കാളിയുടെ വേഷം കെട്ടുള്ളൂ, അത് ഗെറ്റപ്പൊക്കെ കണ്ടായിരുന്നു. പക്ഷേ കാന്താര കണ്ടിട്ട് എനിക്ക് അതേപോലെ ഒരു സാധനം ചെയ്തു വെക്കാനായിട്ട് അല്ലു ശ്രമിച്ച പോലെയാണ് ഈ പടത്തിൽ എനിക്ക് തോന്നിയത്. ഇതിൽ മൊത്തത്തിൽ എനിക്ക് പറയാലോ ഒരു ബിലോ ആവറേജ് അനുഭവമാണ് എനിക്ക് പുഷ്പ 2 തന്നത്. ഇത് കൂടാണ്ട് പുഷ്പ 3 ഇത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ക്ലൈമാക്സിൽ ഒരു പുറം തിരിഞ്ഞൊരാൾ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് വില്ലനായിട്ട്. ഇതിൻ്റെ അകത്ത് ആ ഫഹദിനൊന്നും കാണിക്കണല്ലോ ക്ലൈമാക്സിൽ. ഫഹദിന് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല.
സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഫഹദൊന്നും ഫീഡിലില്ല, മൊത്തം പാസം, മറ്റേ തങ്കച്ചി പാസം, മാമൻ പാസം, ഇതൊക്കെ പോലത്തെ സാധനങ്ങൾ കുത്തിക്കയറ്റി അല്ലുവിൻ്റെ കരച്ചിലൊക്കെ ആയിട്ടൊക്കെയാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത്. നിരാശപ്പെട്ട് ചിലപ്പോൾ ഈ പടമൊക്കെ കണ്ടിട്ട് ടിപ്പിക്കൽ തെലുങ്ക് പടം കേട്ടോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ചിലപ്പോൾ ഈ പടം കണ്ട് വിസിലടിക്കുന്നവരുണ്ടാവും, കൈ അടിക്കുന്നവരുണ്ടാവും, സീറ്റിൽ കയറി തുള്ളുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഈ പടം ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഇന്ത്യൻ 2 കണ്ടപ്പോഴേക്കും ഞാൻ ആലോചിച്ചു ഈ വർഷത്തെ ഏറ്റവും മോശം പടം അതായിരിക്കും. പക്ഷെ അത്രയും മോശമായിട്ടില്ലെങ്കിൽ പോലും നിരാശപ്പെടുത്തിയെന്നേ എനിക്ക് പറയാം പുഷ്പ 2. അപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തിനോടൊക്കെ യോജിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പടം കാണാൻ പോണവരെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ഒരു 3.5 മണിക്കൂർ ഒരു ടിപ്പിക്കൽ ഒരു ബാലയ്യ പോലത്തെ ഒരു മൂവിക്ക് നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടത്തിന് പോയി കാണാം. നിങ്ങളൊരിക്കലും ഈ പടം നിരാശപ്പെടുത്തില്ല. അതല്ല പുഷ്പ 1 കണ്ട് ഒരു KGF 2 അങ്ങനത്തെ ഒരു മോഡൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ പടത്തിന് പോകണമെങ്കിൽ നിങ്ങൾ ഈ പടം നിരാശപ്പെടുത്തുന്നതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഇത് ഞാൻ കണ്ട് എൻ്റെ ഒപ്പം പടം കണ്ടവരുടെയൊക്കെ ഒരു അഭിപ്രായം ഞാനൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്ന് പറയുന്ന റിവ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പടം കഴിഞ്ഞ് നേരെ വന്ന് റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ നന്നാവട്ടെ. ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ പടങ്ങൾ 4 മണിയുടെ ഫാൻ ഷോ എന്നൊക്കെ പറയുമ്പോഴേക്കും എക്സ്പെക്റ്റേഷൻ ഒരുപാട് കൂടിപ്പോയി. അതൊക്കെ തീർത്തും തല്ലിച്ചതക്കുന്നൊരവസ്ഥയായിരുന്നു പുഷ്പ 2 കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, ഇതാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.